നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്തവരായി ആരും ഉണ്ടാകില്ല. പക്ഷേ മനസാക്ഷിയോട് സത്യസന്ധരാകാൻ ശ്രമിക്കുന്നവരാണ് യഥാർത്ഥ ധീരർ. ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ, അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ബാല്യത്തിൽ പിതാവ് വേദം പഠിക്കാനായി മേലേടൻ നമ്പൂതിരിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. വീട്ടിക്കാകട്ടെ വേദം പഠിക്കാൻ തീരെ താല്പര്യവുമില്ല. അച്ഛന്റെ മുന്നിൽ വെച്ച് മേലേടം കുട്ടിയോട് ചോദിച്ചു, എന്താ വേദം പഠിക്കാൻ മോഹമുണ്ടോ? മോഹമില്ല എന്ന സത്യം പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും അച്ഛൻ അടുത്ത് നിൽക്കുമ്പോൾ പറയാൻ ഒരു പേടി. എന്നാൽ മോഹമുണ്ട് എന്ന് പറഞ്ഞാൽ തൻ്റെ മനസാക്ഷിക്ക് മുൻപിലും ഗുരുനാഥന്റെ മുൻപിലും ഒരു കള്ളം പറച്ചിലാകും. എന്തു വേണമെന്ന് ശങ്കിച്ചു നിൽക്കുമ്പോൾ മേലേടം, അപ്പോൾ കുട്ടിക്ക് വേദം പഠിക്കാൻ മോഹമില്ല അല്ലേ എന്നായി. ഉടൻ തന്നെ കുട്ടി, ഉണ്ട്, വേദം പഠിക്കാൻ നല്ല മോഹമുണ്ട് എന്ന് പറഞ്ഞുപോയി. എന്നാൽ അത് പറഞ്ഞപ്പോഴേക്ക് വീട്ടി വല്ലാതെ വിറച്ചു പോയിരുന്നു. പിൽക്കാലത്ത് അന്ന് മനഃപൂർവ്വം നുണ പറയാൻ താൻ എത്രമാത്രം വിഷമിച്ചിരുന്നു എന്ന് അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ പരാമർശിച്ചിരുന്നു. ജീവിതത്തിൽ ഒരു കള്ളം പോലും പറയാത്തവർ ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ എത്രയോ ലാഘവത്തോടെ കള്ളം പറയുന്നവരാണ് അധികവും. സത്യത്തിനു വേണ്ടിയുള്ള നിലകൊള്ളൽ അല്പം കഠിനമായി തോന്നിയേക്കാം. പക്ഷേ അല്പം വൈകിയാലും സത്യം വിജയിച്ച ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇരട്ട മുഖങ്ങളും പൊയ്മുഖങ്ങളുമെല്ലാം ലോകം തിരിച്ചറിയും. ഒരിടത്തും സത്യം കൈവിടാതെ നമുക്ക് മുന്നോട്ടു പോകാൻ ശീലിക്കാം. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.